ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കൂരിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിന് നിങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കൂരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചുണ്ട് നീണ്ടിട്ടുള്ള അതായതുകൊണ്ട് ചുണ്ടൻ കൂരി എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ 2 കൂരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ബാക്കിയായിരിക്കുന്നതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ ചിറകൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ കല്ലിലിട്ട് ഉരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിന് പലിഞ്ഞീനുണ്ട്, അതായത് കൂരിയുടെ മുട്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിന് വേണ്ടി തേങ്ങ എടുത്തിരിക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കൂട്ടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂരിയൊക്കെ കറി വെക്കുമ്പോൾ നല്ല എരിവുണ്ടാകണം. അതുപോലെ തന്നെ കുടപ്പുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല ടേസ്റ്റിലുണ്ടാക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ആദ്യം തന്നെ ഉലുവയിട്ട് അതിനുശേഷം ഉള്ളി മൊരിഞ്ഞ് വന്നപ്പോൾ വേപ്പിലയിട്ട്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അരപ്പിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയൊക്കെ കഴുകി ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കുടപ്പുളിയാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. നമ്മൾ മാങ്ങയൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിന് കുടപ്പുളി തന്നെ ഇടണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. അപ്പോൾ ഈ കൂരിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് നന്നാക്കുന്നത്, എങ്ങനെ കറി വെക്കുന്നതെന്ന് കരുതും. നന്നാക്കി തരില്ല. ഇപ്പോൾ നമ്മൾ കടകളിൽ തന്നെ ഇതിപ്പോൾ ഇവർ ക്ലീൻ ചെയ്തൊക്കെ തരും. അതല്ലെങ്കിൽ ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. മുള്ളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ചെടുത്താൽ മതി. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. മിനിറ്റുകൾക്കകം തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ചുവപ്പ് നിറമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.